അബു അരീക്കോട് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നമ്മളെല്ലാവരും അറിഞ്ഞതായിരിക്കും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചതാണ് എന്നാണ് സോഷ്യൽ മീഡിയ വഴി അറിയാൻ കഴിഞ്ഞത്. കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും പല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറയുന്ന ഒരു കാരണം, ഇദ്ദേഹം ഏതോ ഒരു ലോൺ ആപ്പിൽ നിന്ന് ഇദ്ദേഹം ലോൺ എടുത്തിരുന്നു. ഈ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഭീഷണി, അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അതിൽ മനം നൊന്തുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ ഈ ഒരു ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണ്. നല്ല ചങ്കൂറ്റത്തോടു കൂടി, നല്ല ആത്മധൈര്യത്തോടു കൂടി ഒക്കെ കാര്യങ്ങളൊക്കെ വെട്ടിത്തുറഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന നല്ല ധൈര്യശാലിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവരുടെ ഈ ഒരു ഭീഷണിക്ക് മുമ്പിൽ അവൻ വഴങ്ങും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നാലും അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ കാരണം പുറത്തു വരട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമുക്കറിയാം നമ്മുടെ ഫോണിലൂടെ ഇന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൂടെയൊക്കെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ഈ ലോണുകളുടെ ആപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടൈപ്പ് ആപ്പുകളുണ്ട്. ഒന്ന് NBFC അഥവാ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിക്കാർ നമുക്ക് നൽകുന്ന ലോണുകൾ. അതുപോലെ തന്നെ ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, RBI അപ്രൂവ്ഡ് അല്ലാത്ത, ഒരു നിലക്കും RBIയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളും അത്തരം ആപ്പുകളും ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കടം കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ NBFC ആപ്പിൽ നിന്നാണ് നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് എങ്കിൽ നമുക്കത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഫോൺ വിളിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും പകൽ സമയത്ത് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, രാത്രി വിളിക്കാനൊന്നും പാടില്ല എന്നൊക്കെയുള്ള RBIൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ അടുത്ത് പുറത്ത് വന്നിരുന്നു. എന്നാലും അവർ വിളിക്കും. പരമാവധി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമോ എന്നവർ പരമാവധി നോക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നില്ല എങ്കിൽ, നമുക്ക് പൈസ തിരിച്ചടക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് അവർക്ക് പൂർണ്ണമായിട്ട് ഉറപ്പായി കഴിഞ്ഞാൽ, ഇതുപോലെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആപ്പുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഫൈനാൻസ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഭാവിയിൽ നമുക്ക് ഒരു ലോണും അവർ പ്രൊവൈഡ് ചെയ്യില്ല. ആ രൂപത്തിൽ നമ്മുടെ സിബിൽ സ്കോർ ഇവർ വളരെ ഡൗൺ ആക്കും. അതൊരൊറ്റ EMI മുടങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ സിബിൽ സ്കോർ ഇവർ വളരെ നന്നായി ഡൗൺ ആക്കും. ഭാവിയിൽ നമുക്ക് ലോൺ കിട്ടില്ല. ഇത് പേഴ്സണൽ ലോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വീടോ സ്ഥലമോ ഒക്കെ നിങ്ങൾ ഈട് വെച്ചിട്ട് നിങ്ങൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാകില്ല, ആ സംഗതി പോകും. അപ്പോൾ ചെറിയ തുക എന്തെങ്കിലും 10,000 20,000 ഒക്കെ നിങ്ങൾ ലോൺ എടുക്കുകയാണ്, തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതാണ് മാക്സിമം NBFC ആയിട്ടുള്ള ഫൈനാൻസ് കമ്പനി ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഭാവിയിൽ നിങ്ങൾക്കൊരു രൂപ പോലും എവിടെ നിന്നും ലോൺ കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ EMI വാങ്ങാൻ വേണ്ടി ചെന്നാൽ പോലും അതും നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് അത്രയേ ഉള്ളൂ. നിങ്ങളൊരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് നിങ്ങൾ യാതൊരു പേടിയും ബേജാറും വേണ്ട. അവരുടെ ഭാഗത്ത് നിന്നും ചിലപ്പോൾ ഭീഷണിയൊക്കെ ഉണ്ടാകും. ഞങ്ങൾ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്കൊന്നും അവരൊരിക്കലും വരില്ല. ഇപ്പോൾ RBIയുടെ പുതിയ നിയമപ്രകാരം അങ്ങനെ വീട്ടിലേക്കൊന്നും കയറി ചെല്ലാനൊന്നും പാടില്ല. പിന്നെ അവർ വിളിക്കും. ചിലപ്പോൾ 1-2 ആഴ്ച നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയുക, തിരിച്ചടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തിരിച്ചടക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫേക്ക് ലോൺ ആപ്പുകളാണ്. ഈ NBFC പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, NBFC ആയിട്ടുള്ള ആപ്പുകളിൽ നിന്ന്, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ മാത്രം എടുത്തിട്ട്, ഞാനൊരിക്കലും ലോണിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആരെങ്കിലും കുടുങ്ങിയാൽ, ഒരു നിലക്കും നമുക്ക് അത്യാവശ്യമായിട്ട് പൈസ കിട്ടാനുണ്ട്, നമുക്ക് മറ്റാരുടെ കയ്യിൽ നിന്നും റോൾ ചെയ്യാനില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കല്ല. ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. പിന്നെ നമ്മൾ ചെന്ന് ചാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫേക്ക് ലോൺ ആപ്പുകൾ. ഇഷ്ടംപോലെ ഫേക്ക് ലോൺ ആപ്പുകളിൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിതിൻ്റെയൊക്കെ ആപ്പുകളുടെയൊക്കെ ലിങ്കുകൾ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഫേക്ക് ലോൺ ആപ്പിൽ നിന്നാണ് ഒരാൾ ലോൺ എടുത്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഫേക്ക് ലോണിനെ തിരിച്ചറിയാൻ പറ്റും. ഒരാഴ്ചയായിരിക്കും ഇവരുടെ സമയം. ഇന്നിപ്പോൾ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ പൈസയുടെ ഇരട്ടി പൈസ ചിലപ്പോൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. കുറഞ്ഞ പൈസ മാത്രമേ ഇവർ തരുള്ളൂ. ഏറി വന്നാൽ ഒരു 3000 രൂപയ്ക്ക് ഇവർ തരുള്ളൂ. ഈ 3000 രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ടത് ചിലപ്പോൾ 6000 6500 ഒക്കെ ആയിരിക്കും. ഇതിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഇതിൽ പറയുന്നൊരു 3000 രൂപ നിങ്ങൾക്ക് ആണ് തന്നത് എങ്കിൽ അതിൽ 2000 രൂപ ഇവർ സർവീസ് ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്ന് ഈടാക്കും. പിന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് 1500 1000 അതും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അല്ലാതെ മറ്റ് പൈസകളൊന്നും ഉണ്ടാവില്ല. ഈ രൂപത്തിലായിരിക്കും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ചടക്കേണ്ടി വരിക. അതിൻ്റെ ഇരട്ടി തുകയായിരിക്കും.
ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഞാനിപ്പോൾ അത് പോയി പെട്ടിട്ടുള്ളത് ഒരു ഫേക്ക് ലോൺ ആപ്പിൽ. അതിന് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോകൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിശദമായിട്ട്. ആ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, പലരും എന്നെ വിളിച്ചിട്ട് ഈ വിഷയം പറഞ്ഞു. അതിൽ ഒരുപാട് സ്ത്രീകളും പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ വിളിക്കുന്ന സമയത്ത് പോലും എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും അവർ വിളിച്ചിരുന്നു, ഇന്ന് 2 പ്രാവശ്യം അവർ വിളിച്ചിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നിലക്കും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഫേക്ക് ലോൺ ആപ്പിൽ നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകണത് ഫേക്ക് ലോണാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞതിന് അടയാളങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു NBFC RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു NBFC ആപ്പിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരെണ്ണത്തിന് നിങ്ങൾ ലോൺ കിട്ടില്ല, മറിച്ച് നിങ്ങൾ സിബിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്യും. ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് മെയിൽ വരും, നിങ്ങളുടെ സിബിൽ ഇന്നാലിൻ്റെ ടീം ചെക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെയിൽ വരും. ഈ മെയിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഇത് ഫേക്ക് ലോൺ ആപ്പാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച സമയമാണ് അവർ തരിക. ഈ ഒരാഴ്ച സമയത്തിൽ നിങ്ങൾ ലോൺ തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ അവർ വിളിക്കാൻ തുടങ്ങും. ഫുൾ ഹിന്ദിക്കാരായിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് ആദ്യമൊക്കെ നല്ലതിന് സംസാരിക്കും, പിന്നെ അവരുടെ ശൈലി മാറാൻ തുടങ്ങും. പലതും നിങ്ങളോട് പറയും, പല ഭീഷണികളുടെ ഭാഗത്തുനിന്ന് ഹിന്ദിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. ഒരാഴ്ച മാക്സിമം അവർ ഫോൺ വിളി തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വാട്സപ്പ് വഴിയായിരിക്കും നിങ്ങളെ ബന്ധപ്പെടുക. ആദ്യം തന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ ആൾക്കാരുടെ കോൺടാക്ട്സ് മുഴുവനും അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതെങ്ങനെ കിട്ടി? അത് നിങ്ങൾ അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ കുറച്ച് പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഈ പെർമിഷൻ ചോദിക്കുന്നത് മുഴുവനും നമ്മൾ അലോ ചെയ്ത് കൊടുക്കും. കാരണം എന്താ, ക്യാഷ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടിയാലല്ലേ ക്യാഷ് കിട്ടുള്ളൂ എന്ന നിലക്ക്. ഒരിക്കലും അത് ചെയ്ത് ഏതൊരു ആപ്പാണെങ്കിൽ പോലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന മുഴുവൻ പെർമിഷനും നമ്മൾ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ടാണിത്. അപ്പോൾ നമ്മളോട് അവർ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ കോൺടാക്ട്സ് ഞങ്ങൾ എടുക്കുന്നുണ്ട്, നമ്മൾ അലോ കൊടുക്കും. അതോടുകൂടി നമ്മളെ ഫോണിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാവരുടെയും കോൺടാക്ട്സ് അവർക്ക് കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇനിയിപ്പോൾ സേവ് ചെയ്തിട്ടില്ലാതിരിക്കുക, നമ്മൾ അങ്ങോട്ട് വിളിച്ചത് ഇൻകമിങ് കോൾ, ഔട്ട് ഗോയിങ്, മിസ്ഡ് കോൾ മുഴുവൻ അവർക്ക് കിട്ടും. നമ്മുടെ ആ കോൾ ലോഗ് മുഴുവൻ അവർക്ക് അവരുടെ ഫോണിൽ അവരുടെ സിസ്റ്റത്തിലേക്ക് അവർക്ക് എടുക്കാൻ കഴിയും. അത് മുഴുവൻ നമുക്ക് അവർ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് അവരുടെ യഥാർത്ഥ പണി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വാട്സപ്പിലേക്ക് അവർ മെസ്സേജ് അയച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡേ ചെയ്യരുത്. വാട്സപ്പിൽ അവരയക്കുന്ന മെസ്സേജുകൾ എടുത്തു നോക്കാനേ നിൽക്കരുത്. പറ്റുമെങ്കിൽ അവർ വാട്സപ്പ് മുഖേന നിങ്ങളെ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന വാട്സപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പറിൽ തൽക്കാലം നിങ്ങൾ വാട്സപ്പ് തുടങ്ങുക. ഒരാഴ്ച ഉണ്ടാവുള്ളൂ അവരുടെ ശല്യം. അപ്പോൾ നിങ്ങൾ പരമാവധി ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജുകൾക്ക് നിങ്ങൾ തുറന്ന് നോക്കാനേ നിൽക്കരുത്. അത് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഫോണിലേക്ക് ഫോട്ടോസ് വിടും. നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടാകും, പാൻ കാർഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടൊക്കെ അവർ വിടും. ഇത് വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും അവസാനമായിരിക്കും അവരുടെ ഭീഷണി, ഇനി തന്നിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മോർഫിൻ ചെയ്ത ഫോട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഞങ്ങൾ ഷെയർ ചെയ്യും, സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും, നമ്മളെ ഭീഷണിപ്പെടുത്തും. ഒന്നെങ്കിൽ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. തീരെ ഇവ മൈൻഡ് ചെയ്യുന്നില്ല എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ വിട്ടുപോകും, അവർ മോർഫൈൻ എഡിറ്റ് ചെയ്യാൻ നിൽക്കില്ല. അതല്ല, നിങ്ങളവർക്ക് റീപ്ലൈ കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് നിങ്ങൾ ഈ മോർഫ് ചെയ്ത ഫോട്ടോ അവർ അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒരു വോയിസ് മെസ്സേജ് അയക്കുക, അങ്ങനെ ഒരു കെണിയിൽ പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, ഇങ്ങനെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട, അത് ഞാനല്ല, അത് അവർ ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു കൊടുക്കുക. പിന്നെ ഇവരയക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാകും ഇത് ഏതോ വിവരമില്ലാത്ത ഒരു വ്യക്തി എഡിറ്റ് ചെയ്ത ഫോട്ടോയാണെന്ന്. 100% ആ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഏത് ഫോട്ടോ? ഇവർ മോർഫ് ചെയ്ത ഫോട്ടോ. ഇവർ വലിയ ഭീഷണിയായിട്ട് പറയുന്ന കാര്യമാണ് മോർഫ് എന്ന് പറയുന്നത്. ഈ മോർഫ് ചെയ്ത ഫോട്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരി വരും. കാരണം ആ രൂപത്തിലുള്ള ഫോട്ടോയാണ് ഇവർ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ആധാർ കാർഡിലുള്ള ഫോട്ടോ വെച്ചിട്ടാണ് ഇവർ എഡിറ്റ് ചെയ്യുന്നത്. ഈ ആധാർ കാർഡിലുള്ള ഫോട്ടോ, പിന്നെ നമ്മുടെ ഒരു സെൽഫി അവർ ചോദിക്കും, ആ സെൽഫിയൊക്കെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്. ആ എഡിറ്റിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് ഏതൊരാൾക്ക് കണ്ടാലും മനസ്സിലാകും എന്ത്, ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇത് ഇവൻ്റെ പണിയല്ല, വേറെ ആരോ എഡിറ്റ് ചെയ്തതാണെന്ന്. കാരണം ആ രൂപത്തിലാണ് അവർ എഡിറ്റിങ്. അത്ര വലിയ പെർഫെക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ മാത്രമുള്ള കഴിവുള്ള ആളുകളൊന്നുമല്ല ഈ ഹിന്ദിക്കാർ. ഇതിൻ്റെയൊക്കെ ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലൊന്നും ആവില്ല. മിക്കവാറും എന്താണ് ഈ ഫേക്ക് ലോൺ ആപ്പുകളുടെ ഒക്കെ കേന്ദ്രം ചൈനയിലാണ്. പല പേരുകളിൽ ഫേക്ക് ലോൺ ആപ്പുകൾ ഇന്നുണ്ട്. ഫേക്ക് ലോൺ ആപ്പുകൾ നമുക്കൊരിക്കലും പ്ലേ സ്റ്റോറിൽ നിന്ന് പരമാവധി അവർ ഒഴിവാക്കി, ഒരുവിധം എല്ലാം അവർ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ പരമാവധി പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. കാരണം പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 3-4 ദിവസം ഇതിൻ്റെ ആളുകൾ ഗൂഗിൾ അത് നന്നായി പരിശോധിക്കും.
ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആപ്പാണ് എന്നൊക്കെ അവർ നന്നായി പരിശോധിച്ച ശേഷം മാത്രമേ അത് പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരുവിധം നമുക്ക് പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളൊക്കെ നമുക്ക് വിശ്വസിക്കാം. ഈ നമുക്ക് കിട്ടുന്ന ഫേക്ക് ലോൺ ആപ്പുകൾ മിക്കതും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ വഴി ഇവരുടെ പരസ്യം കൊടുക്കും. ഈ പരസ്യം വഴി ഇവർ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് മിക്ക ആളുകളും ഏതെങ്കിലും തേർഡ് പാർട്ടി സൈറ്റിൽ പോയിട്ട് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴിയാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന ലിങ്കിലൊക്കെ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങൾ പണം എടുക്കരുത്. പരമാവധി ഇത്തരം ആപ്പുകളിലൊന്നും എടുക്കാതിരിക്കുക പണം. നമ്മളെല്ലാവരും ഒരുപോലെ ആവില്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ പേടിക്കും. കാരണം ആ രൂപത്തിലായിരിക്കും അവരുടെ ഭീഷണികളൊക്കെ. സ്ത്രീകളാവുമ്പോൾ അവരുടെ ഫോട്ടോ ഈ രൂപത്തിലാക്കിയിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കേസുകൾ, ഒരുപാട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ, ഒരുപാട് ആളുകൾ ഇവരുടെ ഭീഷണി പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പലതും പുറംലോകം അറിയുന്നില്ല, പലതും അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അറിയുന്നില്ല. സംഗതി നമ്മുടെ നാട്ടിൽ ഇത്തരം കേസുകൾക്കൊക്കെ സൈബർ സെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് വിളിച്ചാൽ ഇവരെന്താ പറയുക, നിങ്ങൾ ആ ഫോൺ എടുക്കണ്ട അല്ലെങ്കിൽ പൈസ തിരിച്ചടക്കണ്ട എന്നിവർക്ക് പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മുടെ NBFC ആപ്പുകളിൽ നിന്നാണ് നിങ്ങൾ എടുത്തതെങ്കിൽ പോലും അവർ ചിലപ്പോൾ വീട്ടിലേക്ക് വരും, ഞങ്ങൾ പറയും. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നു പറയും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ട, ആയിക്കോട്ടെ നിങ്ങൾ കേസ് കൊടുത്തോളി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ പേഴ്സണൽ ലോണിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ലീഗലായിട്ട് മുന്നോട്ട് പോകും. ആയിക്കോട്ടെ നിങ്ങൾ ലീഗലായിട്ട് എങ്ങനെ വേണ്ടി മുന്നോട്ട് പോയി കേസ് കൊടുത്തോളി എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇത്തരം കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ലോൺ എടുക്കലും തിരിച്ചടക്കാതിരിക്കലൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് വലിയൊരു ക്രിമിനൽ കുറ്റമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ലോൺ എടുത്തു, ആ സമയത്ത് നിങ്ങൾക്ക് തിരിച്ചടക്കാനുള്ള ഒരു ഗതി ഉണ്ടാകും. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറി, നിങ്ങൾക്ക് ലോൺ അടക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലും അവിടെ നിന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ നിങ്ങളെ ഒന്നും ചെയ്യൂല. നിങ്ങളെ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക.